ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഏഷ്യാസാറ്റ് 5 അറ്റ് 100.5 ഈസ്റ്റിൽ നമുക്ക് എത്ര ചാനൽ കിട്ടുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ചാനൽ ആണ് ഈ ഒരു സാറ്റലൈറ്റിൽ നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് ഞാനിവിടെ ട്യൂൺ ചെയ്യാൻ എടുത്തിരിക്കുന്ന ടി പി എന്ന് പറഞ്ഞാൽ 3960 ഹൊറിസോണൽ 30,000 എന്നാണ്. അപ്പോൾ ഇന്ന് ട്യൂൺ ചെയ്യാൻ എടുത്തിരിക്കുന്ന മീറ്റർ എന്ന് പറഞ്ഞാൽ സോളിഡിൻ്റെ SF720 എന്ന് പറയുന്ന മോഡൽ മീറ്ററാണ് ഞാനിന്ന് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് എനിക്ക് 73% സിഗ്നലാണ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 12.3 MER ലഭിച്ചിരിക്കുന്നു. അതായത് 3960 ഹൊറിസോണൽ 30,000 എന്ന ടി പി ആണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ട്യൂൺ ചെയ്യാൻ എടുത്തിരിക്കുന്ന ഡിഷ് എന്ന് പറഞ്ഞാൽ അലൂമിനിയം ഡിഷാണ്. അതായത് ഷീറ്റ് ചെയ്തിരിക്കുന്ന അലൂമിനിയം, ബാക്ക് സൈഡ് മൊത്തം ആംഗ്ലർ വെൻഡ് ചെയ്തിരിക്കുന്നതാണ്. 25 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളൊരു ഡിഷാണ്. സെക്കൻഡ് ഹാൻഡ് എടുത്ത ഡിഷാണ്. അതുപോലെ തന്നെ ഞാനിന്ന് ട്യൂൺ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ഏഷ്യാസാറ്റ് 5 അറ്റ് 100.5 ഈസ്റ്റിലേക്കാണ് എടുത്തിരിക്കുന്ന സാറ്റലൈറ്റ്. 73% ഞാൻ ഈ മീറ്റർ വെച്ചിരിക്കുന്നത് നേരെ കിഴക്ക് പടിഞ്ഞാറ് ആണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ കാണിക്കുന്നുണ്ട്. അതായത് നോർത്തും സൗത്തും എല്ലാം കറക്റ്റായിട്ട്. അപ്പോൾ ഈ മീറ്റർ വെച്ചിരിക്കുന്നത് കറക്റ്റായിട്ട് ഈസ്റ്റും വെസ്റ്റും ആ ഒരു പൊസിഷനാണ്. അപ്പോൾ ഈ ഡിഷ് ട്യൂൺ ചെയ്യാൻ എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതേ സെയിം പൊസിഷനാണ്. ആ മീറ്റർ ഇരിക്കുന്ന ആ ഒരു പൊസിഷൻ തന്നെ നേരെ കിഴക്ക് സൈഡിലേക്കാണ് ഈ ഒരു 100.5 സാറ്റലൈറ്റ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ആ ഒരു 100.5 ആ മീറ്ററും കറക്റ്റായിട്ട് വെച്ചിരിക്കുന്നത്. ഒരുപാട് കുനിയേണ്ട. ഈ വെച്ചിരിക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ നേരെ ഈസ്റ്റ് സൈഡിലേക്ക്. അപ്പോൾ എനിക്ക് വളരെ സ്പേസ് കുറവുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സൈഡിൽ വെച്ചിരിക്കുന്നത്. ഈ ഡിഷിൻ്റെ ഏറ്റവും അടിയിൽ ഒരു ഫിൽറ്ററാണ്, അതായത് വെള്ളമൊക്കെ ഒഴുകി പോകാൻ വേണ്ടി വെച്ചിരിക്കുന്ന നെറ്റ്, അതാണ് ഏറ്റവും അടിവശം. അപ്പം ഞാൻ ഇന്ന് ഉപയോഗിച്ചിരിക്കുന്നത് സോളിഡിൻ്റെ 1 കേബിൾ സൊല്യൂഷൻ LMB ഉപയോഗിച്ചാണ് ഇന്ന് ട്യൂൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ LMBയുടെ 0 പോയിൻ്റ് വെച്ചിരിക്കുന്നത് നേരെ താഴോട്ട്, അതായത് നേരെ താഴോട്ടെന്ന് പറഞ്ഞാൽ ആ ഒരു ഡിഷിൻ്റെ ഏറ്റവും അടിയിൽ വെള്ളം പോകാൻ വെച്ചിരിക്കുന്ന ആ ഫിൽറ്ററിൻ്റെ നേരെ, അതായത് 100 എന്ന് പറയുന്ന 100.5 ഈസ്റ്റിലേക്ക് ആ ഒരു പൊസിഷനിലേക്കാണ് 0 പോയിൻ്റ് വെച്ചിരിക്കുന്നത്. ഈ LMB എന്ന് പറയുന്നത് ഞങ്ങൾ കാണിക്കുന്നുണ്ട്. സോളിഡിൻ്റെ 1 കേബിൾ സൊല്യൂഷൻ LMB ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ലേബൽ വായിക്കാൻ വേണ്ടിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഡിഷ് വെച്ചിരിക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ നേരെ കിഴക്ക് വശം, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, തെക്കോട്ട് ചരിക്കുകയോ ഒന്നുമില്ല. നേരെ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് അങ്ങോട്ട് വയ്ക്കുക. ഒരുപാട് തന്നെ കുനിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് 0 പോയിൻ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രദ്ധിച്ച് കാണാം LMB വയ്ക്കേണ്ട പൊസിഷൻ. ഓക്കെ, അപ്പം അലൂമിനിയം ഷീറ്റാണ് ഇത് കംപ്ലീറ്റ്. ഇതാണ് നമ്മുടെ ഡിഷിൻ്റെ ഏകദേശം എല്ലാം പൊസിഷൻ. ആർക്ക് വേണമെങ്കിലും ട്യൂൺ ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാറ്റലൈറ്റാണ് ഇത്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് GCC കൺട്രിയിലെ ചാനൽസ് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അതായത് ദുബായ്, സൗദി, ഒമാൻ, കുവൈറ്റ്, ഖത്തർ, യമൻ, ഫ്രാൻസ്, ക്യൂബ, അങ്ങനെ ഒരുപാട്, ലിബിയ, അങ്ങനെ എന്താ പറയുക, ഷാർജ TV, സുഡാൻ, റായ് ഇറ്റാലിയ, അങ്ങനെ ഒരുപാട് ചാനൽ. അതും HD ക്വാളിറ്റി ഉള്ള പിക്ചറാണ് ഇന്ന് ഈ ഒരു സാറ്റലൈറ്റ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ TP ഒക്കെ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം വീഡിയോ ഇത് ട്യൂൺ ചെയ്ത് ലാഗാക്കണ്ട എന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഞാൻ ട്യൂണിലേക്ക് ഇട്ടിട്ടുണ്ട്. നോക്കിക്കോണം നിങ്ങൾക്ക് ഏത് TPയിലൊക്കെയാണ് ഇതിനകത്ത് കൂടുതലായിട്ട് ചാനൽ വരുന്നത് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ BBC-യുടെ ഒരു 3 ചാനലും ഇതിനകത്തുണ്ട്. പക്ഷേ പ്രക്ഷേപണം കറക്റ്റായിട്ടല്ല, അത് പരസ്യം കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്നുള്ളൂ. BBC-യുടെ ചാനലുണ്ട് അതിനകത്ത്. അതുപോലെ ഇന്ന് ഞാൻ ട്യൂൺ ചെയ്ത് എടുത്തിരിക്കുന്നത് TP എന്ന് പറഞ്ഞാൽ 3960 ഹൊറിസോണൽ 30,000. അതുപോലെ തന്നെ ഇന്ന് ഞാൻ ഉപയോഗിക്കുന്ന റിസീവർ സോളിഡിൻ്റെ HDS2X 8181 എന്ന് പറയുന്ന മോഡലാണ് എടുത്തിരിക്കുന്നത്. അത് HEVC H265 S2X എന്നാണ് അവർ അതിനെ ഒരു മോഡലായിട്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത്. സോളിഡിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു റിസീവറിലാണ് ഞാൻ എന്നത്. അത്യാവശ്യം നല്ലൊരു റിസീവറാണ്. അതുപോലെ തന്നെ നെറ്റൊക്കെ, ഇൻ്റർനെറ്റ് കേബിൾ RJ45 നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ട് യൂട്യൂബൊക്കെ ഡയറക്റ്റ് കാണാനുള്ള ഒരു സോഴ്സും കൂടെ ഈ ഒരു മോഡൽ റിസീവറിൽ നമുക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ ട്യൂണിങ് കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഒരുപാട് നല്ല ചാനൽ, അതായത് നല്ല ക്വാളിറ്റിയുള്ള ചാനൽസ്
പിന്നെ എൻ്റെ ഈ പ്രദേശത്ത് ഇപ്പം 5G എനിക്ക് ഒരുപാട് എഫക്റ്റ് ചെയ്തിട്ടില്ല. ബട്ട് എൻ്റെ ഈ ഒരു ഡിഷ് വെച്ചിരിക്കുന്ന ഭാഗത്തു നിന്നും ഈ 100.5 ഡിഗ്രി ഈസ്റ്റിൽ വെച്ചിരിക്കുന്ന ആ പൊസിഷനിൽ തന്നെ ഒരു ടവർ, മൊബൈൽ ടവറുകളുണ്ട്. പക്ഷേ അത് 1 കിലോമീറ്റർ ദൂരം ഉണ്ട്. എന്നാൽ പോലും 5G ആണ് എന്നാണ് എല്ലാവരും പറഞ്ഞത്. കാരണം മൊബൈലിൽ 5G ആണ് അതിനകത്ത് എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത് ഈ ഒരു പൊസിഷനിൽ, ഈ ഒരു സാറ്റലൈറ്റിൽ അത് ഇതുവരെയും എഫക്റ്റ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് സാധാ LMB തന്നെയാണ്. അപ്പോൾ എനിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും, അതായത് ഈ 5G പ്രശ്നം വന്നിട്ട് വെട്ടലോ മറ്റു കാര്യങ്ങളോ ഒന്നും പിക്ചറിന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് 173 ചാനലാണ് ഇവിടെ ട്യൂണായിട്ടുള്ളത്. അപ്പോൾ ഞാൻ എല്ലാ ചാനൽസും ഇവിടെ, ഓരോ ചാനൽസും നിങ്ങളെ ഇവിടെ ട്യൂൺ ചെയ്ത് കാണിക്കുന്നുണ്ട്. പിക്ചർ ഞാൻ ഏകദേശം മറയ്ക്കുന്നുണ്ട്, കാരണം നമുക്കത് നിവൃത്തിയില്ല കാണിക്കാനായിട്ട്. അപ്പോൾ BBC ചാനൽ, പിന്നെ അൽ അറേബ്യ HD, സൗദി TV 1 HD, ഒമാൻ TV, എക്ബാരിയ TV, കുവൈറ്റ് TV, സൗദി സുന്ന TV, അതായത് നമുക്ക് പിന്നെ സുഡാൻ TV, സൗദിയുടെ, അതായത് മക്ക, മദീന, അങ്ങനെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ, മതത്തിൻ്റേതായിട്ടുള്ള കുറേ പ്രവർത്തനങ്ങളും കാര്യങ്ങളുമായിട്ടുള്ള ഒരുപാട് ചാനൽസ്, ദുബായ് ഇൻ്റർനാഷണൽ ചാനൽ, അതുപോലെ തന്നെ ദുബായ് സ്പോർട്സ്, സൗദി TV HD, ഒമാൻ TV, കുവൈറ്റ് TV, ലിബിയ അൽ വഥാനിയ, ഖത്തർ TV, ബൊലാറസ് 24, ഫ്രാൻസ് 24 HD, ഫ്രാൻസിൻ്റെ തന്നെ ഒരു 3 ചാനലും കണ്ട് അതിനകത്ത് ഇതേപോലെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ക്യൂബ വിഷൻ, യമൻ TV, അൽ അറേബ്യ HD, MS TV HD, MAS TV HD, വത്തിക്കാൻ മീഡിയ ഏഷ്യ, ഷാർജ TV, റായ് ഇറ്റാലിയ ഏഷ്യ, സുഡാൻ TV, അങ്ങനെ ഒരുപാട് ചാനൽ. ഞാനിത് എല്ലാത്തിൻ്റെയും പേരൊന്നും പറയുന്നില്ല, കാരണം കുറേയൊക്കെ ഞാൻ എഴുതി വെച്ചു. എന്നാൽ നിങ്ങൾക്ക് ഇത് ഓരോന്നും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. TP ഓൾറെഡി അവിടെ ട്യൂൺ ചെയ്ത് വരുന്ന ആ ഒരു പൊസിഷൻ തന്നെ TP എല്ലാത്തിൻ്റെ ഉണ്ട്. എന്നാലും ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3960 ഹൊറിസോണ്ടൽ 30,000 എന്ന് പറയുന്ന ആ ഒരു TPയിലാണ്. എനിക്ക് നല്ല ക്വാളിറ്റി, അതായത് 73% എനിക്ക് കിട്ടിയിട്ടുണ്ട്, സിഗ്നൽ പെർസെൻറ്റേജ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ന്യൂസ് ചാനൽ, പിന്നെ നല്ല മറ്റ് ഹിന്ദി ചാനൽസ് ഒന്നും അതിനകത്ത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാം GCC കൺട്രി, അങ്ങനെയുള്ള കുറേ ചാനൽസാണ് ഇതിനകത്തുള്ളത്. നല്ല ന്യൂസുകൾ, കാരണം ഗൾഫ് കൺട്രിയിലെ മറ്റു കാര്യങ്ങളൊക്കെ അറിയേണ്ടെന്ന് ആവശ്യമുള്ളവർക്കൊക്കെ ഈ ഒരു സാറ്റലൈറ്റ്, അതുപോലെ തന്നെ പിക്ചർ ക്വാളിറ്റി അതിന് നല്ല അടിപൊളിയാട്ടോ. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു ഈ ഒരു സാറ്റലൈറ്റ്. കാരണം മറ്റ് സാറ്റലൈറ്റൊക്കെ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ പകുതിയും SD ക്വാളിറ്റിയുള്ള പിക്ചറായിരിക്കും. പക്ഷേ ഈ ഒരു സാറ്റലൈറ്റിൽ ഏഷ്യാസാറ്റ് 5 അറ്റ് 100.5 ഡിഗ്രി ഈസ്റ്റ് ഈ ഒരു സാറ്റലൈറ്റ് ട്യൂൺ ചെയ്തപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കുറേയധികം പിക്ചേഴ്സ്. ഇപ്പോൾ എനിക്കിവിടെ ഇന്ന് ട്യൂൺ അയച്ചത് 173 ചാനൽസാണ്. പിന്നെ അതുപോലെ തന്നെ സ്റ്റാറിൻ്റെ കുറച്ച് ചാനൽ, അത് കുറച്ച് സ്ക്രാമ്പിളായിട്ടുള്ള ചാനൽസാണ് വന്നിരിക്കുന്നത്. നമുക്ക് കുറച്ച്, പക്ഷേ എനിക്ക് സ്ക്രാമ്പിളായിട്ടുള്ള കുറച്ച് ചാനലൊക്കെ എനിക്ക് ഇതിനകത്ത് ഓപ്പണായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. നിരവധി ചാനലുകൾ 173 കുറേയൊക്കെ സ്ക്രാമ്പിളാണ്, എന്നാലും നമുക്ക് 100 ചാനലിനടുത്തുള്ള നല്ല ക്വാളിറ്റിയുള്ള ചാനൽസുകളൊക്കെ കാണിക്കുന്നുണ്ട്. അടിപൊളി ചാനൽ കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ളത്, നല്ല സൂപ്പർ ചാനലാണ്. അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.